വിവോയുടെ വിവോ T5 ലൈറ്റ് 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ T5 ലൈറ്റ് 5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ T5 ലൈറ്റ് 5Gയിൽ 6.74 HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു HD റെസൊല്യൂഷനെ വരാൻ ചാൻസ് ഉള്ളൂ, ഫുൾ HD റെസൊല്യൂഷൻ വന്നോളണം എന്നില്ല. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അതുപോലെ തന്നെ ഇതിൽ പഞ്ചോൾ ഡിസൈനും വരില്ല, വെറും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് മാത്രമേ ഇതിൽ വരുള്ളൂ. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് 1200 നിറ്റ്സ് ആയിരിക്കും വരിക. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ആവറേജ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മാത്രമേ ഇതിൽ വരുള്ളൂ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ വരും. IP65 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്ന പ്രൊസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസ്സറാണ്. ഇപ്പോൾ പഴയ പോലെയല്ല, ഈവൻ 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിലും ഇത് തരക്കേടില്ലാത്തൊരു പ്രോസസ്സറായി മാറിയിട്ടുണ്ട്. കാരണം ഇപ്പം ഫോണുകൾക്കൊക്കെ വില കൂടുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ ഇതിൽ സിംഗിൾ സ്പീക്കറേ വരുള്ളൂ, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വന്നോളണം എന്നില്ല. 3.5 ഓഡിയോ ജാക്ക് ഈ സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. Android 16 ബേസായിട്ടുള്ള ഒറിജിനൽ സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ 2 മെഗാ പിക്സലിലെ സെക്കൻഡറി സെൻസറും വരും. അതുപോലെ തന്നെ 5 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയെ ഇതിൽ വരുള്ളൂ. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഇതിൽ വരിക. പക്ഷേ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരുമ്പം 6500 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരും. അതിന് പുറമെ 44 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ 20,000 രൂപയ്ക്ക് താഴേക്ക് അത്യാവശ്യം നല്ലൊരു ചാർജിങ് സ്പീഡാണ് ഇത്. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 16 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15,000 to 18,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോണിൻ്റെ വില വന്നേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വിവോയുടെ T5 ലൈറ്റ് 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.